കോഴിക്കോട് മുക്കം നഗരസഭയിൽ നഗരസഭാ ജീവനക്കാരിയെ മറ്റൊരു സ്ത്രീ കടിച്ചു. വിധവാ പെൻഷനുമായി ബന്ധപ്പെട്ട ഓഫീസിലെത്തിയ സ്ത്രീയാണ് ആക്രമിച്ചത്. റവന്യൂ ഇൻസ്പെക്ടർ ധന്യ ജയറാമിനാണ് കടിയേറ്റത്. ആക്രമിച്ച സ്ത്രീയുടെ ബന്ധുക്കൾ പിന്നീട് ഭീഷണിപ്പെടുത്തിയതായും ധന്യ പറഞ്ഞു. ഇന്ന് ഒരു ഏകദേശം 1 മണിക്കായപ്പോഴാണ് ഇവർ വന്നിട്ട് പെൻഷൻ്റെ സീറ്റിൽ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലഞ്ച് ടൈം കൊണ്ട് സാറും ഇല്ല, സൂപ്രണ്ടും ഇല്ല. പിന്നെ ചോദിച്ചാൽ എന്താ വിഷയം എന്ന്. അപ്പോൾ വിഷയം എന്ന് വെച്ചപ്പോൾ എൻ്റെ ക്യാബിലേക്ക് കയറി വന്നിട്ട് അവിടെ ചൂടായിട്ട് പിന്നെ അസഭ്യം വിളിച്ച് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിന്നെ രണ്ടാമത് തിരിച്ച് വന്നിട്ട് വീണ്ടും ആ സീറ്റ് കയറിയിട്ട് ഫയൽസൊക്കെ എടുത്ത് വലിച്ചു തന്നപ്പോൾ ഞങ്ങളെല്ലാവരും എണീച്ച് എന്താ ചോദിച്ചത്. അപ്പോഴത്തെ അവിടുത്തെ ടീൻ്റെ മേലേക്ക് അടിക്കാൻ വാങ്ങി. പിന്നെ ബാക്കിയുള്ള സ്റ്റാഫിനൊക്കെ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ ഞങ്ങൾ പിടിച്ച് വെച്ച് ആ സ്പോട്ടിൽ എൻ്റെ കൈക്ക് കയറി കടിച്ചതാണ്. കൈക്ക് കയറി അടിച്ച് മുടിയൊക്കെ പിടിച്ച് വലിച്ച് ചവിട്ടി കുറേ ഉപദ്രവം ഉണ്ടാക്കിന് അവിടെ. കോഴിക്കോട് നിന്ന് നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദു, ഈ ജീവനക്കാരിയെ ആക്രമിച്ചതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റവന്യൂ ഇൻസ്പെക്ടറായ ധന്യയാണ് ഈ സ്ത്രീ കടിച്ച് പരിക്കേൽപ്പിച്ചത്. ഇന്ന് ഇപ്പോൾ ഉച്ചയോടുകൂടി ഈ സ്ത്രീ ഈ പഞ്ചായത്തിലേക്ക് എത്തുകയും ഇവിടെ എത്തിയ ശേഷം നഗരസഭയിൽ എത്തിയ ശേഷം വിധവാ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചത്. പിന്നീട് പെട്ടെന്ന് പ്രകോപനമില്ലാതെ ചൂടാവുകയും പെട്ടെന്ന് ദേഷ്യം പിടിക്കുകയും പിന്നീട് ഇവിടെ ഉള്ളവരെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനിടെയാണ് ധന്യയെ പെട്ടെന്ന് ഈ സ്ത്രീ കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് വലിയ രീതിയിലേക്ക് പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും ഒരു വിധത്തിലും ഇവർ അതിന് തയ്യാറായില്ല എന്നുള്ളതാണ്. പിന്നീട് പോലീസ് എത്തി തന്നെ ഈ സ്ത്രീയെ ഇവിടെ നിന്നും കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ സ്ത്രീയുടെ ബന്ധുക്കൾ ഇങ്ങോട്ട് എത്തി എന്നുള്ളതാണ്. ഇവർ എത്തി സെക്രട്ടറിയെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തി, അതായത് പരാതി നൽകരുത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഇത്തരം ഒരു സംഭവത്തിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ശരി, നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.